ഹായ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ടാക്സിലുള്ള കുറേ ടേമിൻ്റെ ഡെഫിനിഷൻസ് കണ്ടു. അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്, അതുപോലെ അസസ്സി, ഡീംഡ് അസസ്സി ഒക്കെ. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ് നോക്കാം. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. നമുക്കറിയാം ഇൻഡയറക്റ്റ് ടാക്സിൽ ആർക്കാണോ ഇൻകം ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ ആൾ തന്നെ ടാക്സ് കൊടുക്കണം. സാലറിയുടെ മുകളിലുള്ള ടാക്സ് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കണം ഗവൺമെൻറ്റിന്. അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് എൻ ആനുവൽ ടാക്സ്. എല്ലാ വർഷവും ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുക. ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ 5 ഹെഡ്സ്. 5 ഹെഡ്സിൽ ഇൻകമാണ് നമ്മൾ ഈ ഹോൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ പോണത്. ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡിങ്ങുകളും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സാണ്. അപ്പം 5 ചാപ്റ്റർ ഇങ്ങനെ തന്നെ കവർ ചെയ്യും. ദെൻ ടാക്സ് റേറ്റ് ഇസ് ഫിക്സ്ഡ് ബൈ ദി ആനുവൽ ഫിനാൻസ് ആക്ട്. പാർലമെൻറ്റിൽ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പം ഒരു ഫിനാൻസ് ബില്ലുണ്ടാവും. അങ്ങനെ ആനുവൽ ഫിനാൻസ് ആക്ട് പാസ് ചെയ്തിട്ടാണ് അതിൽ കൂടിയാണ് നമ്മുടെ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുക. എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഈസ് ടാക്സബിൾ. ലീഗൽ ആയിക്കോട്ടെ ഇല്ലീഗൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറച്ച് സ്മഗ്ലിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തൊരു മണി കാശ് നിങ്ങൾ കുതിരപ്പന്തയം വെക്കുന്നുണ്ട്. അപ്പോൾ ലീഗലായാലും ഇല്ലീഗലായാലും നിങ്ങളുടെ കാശ് ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളതിന് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് ഇതുപോലത്തെ ഡെഫിനിഷൻസ് ഒക്കെ ഉള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് റെസിഡൻഷ്യൽ ടാക്സും ടാക്സ് ലൈബിലിറ്റിയാണ്. അപ്പോൾ അതിലൊക്കെ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇൻകം ഫ്രം സാലറി. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ചെയ്യാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ടാക്സിലെ സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 22 to 27 ഡീൽ വിത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. According to section 22, income from property consisting of any building or land appurtenant thereto, of which the assessee is the owner and which is not used for the purpose of assessee's business or profession, is chargeable to tax under this head. എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ഇൻകം ഫ്രം പ്രോപ്പർട്ടി കൺസിസ്റ്റിംഗ് ഓഫ് എനി ബിൽഡിംഗ്. അതായത് നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഓർ ലാൻഡ് അപ്പർട്ടനൻറ്റ് thereto. അപ്പർട്ടനൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ഈ ബിൽഡിങ്ങിനോട് ചുറ്റിപ്പറ്റി, ഒരു ബിൽഡിംഗ് നിൽക്കണമെങ്കിൽ സ്ഥലം വേണമല്ലോ, അതിനോടുള്ള ലാൻഡും. ഇതിന്ന് അസസി ഓണർ ആണെങ്കിൽ ആ കെട്ടിടത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് യൂസ് ഫോർ ദി പർപ്പസ് ഓഫ് അസസീസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ആ കെട്ടിടം അയാളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ ആയിരിക്കരുത്, പ്രൊഫഷനോ ആയിരിക്കരുത് അയാൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ഹെഡ്. ഈ ബിസിനസ്സിനോ പ്രൊഫഷനോ അല്ലെങ്കിൽ അയാൾ അത് ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് വാടകയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുക. ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് ദ പേഴ്സൺ ഇൻ ഹൂസ് നെയിം ദ പ്രോപ്പർട്ടി ഈസ് രജിസ്റ്റേർഡ്. ആരെ ഓണറായിട്ട് കണക്കാക്കുക? ആരുടെ പേരിലാണോ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് അയാളെയാണ് നമ്മൾ ഓണറായിട്ട് കണക്കാക്കുക. ഇൻ കേസ് ഓഫ് മോർട്ട്ഗേജ് ഇറ്റ് ഈസ് ദി മോർട്ട്ഗേജർ ആൻഡ് നോട്ട് മോർട്ട്ഗേജി. മോർട്ട്ഗേജ് ചെയ്തിട്ടുള്ള അസറ്റ് ആണെങ്കിൽ മോർട്ട്ഗേജറാണ് നമ്മൾ ഓണറായിട്ട് കണക്കാക്കുക, മോർട്ട്ഗേജി അല്ല. അതേപോലെ ദ ഫോളോയിങ് ആർ ദി ഡീംഡ് ഓണേഴ്സ്. എൻ ഇൻഡിവിജ്വൽ ഹു ട്രാൻസ്ഫേഴ്സ് എനി ഹൗസ് പ്രോപ്പർട്ടി ടു ഹിസ് ഓർ ഹെർ സ്പൗസ് വിത്തൗട്ട് adequate consideration or to a minor child is not being a married daughter shall be a deemed owner. അതായത് ഡീംഡ് ഓണേഴ്സ് ഒരാളിനെ ഓണറായിട്ട് കണക്കാക്കുക. എപ്പോഴും ഡീംഡ് പറഞ്ഞാൽ എന്താ? അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ. എപ്പോഴാണ് ഒരാളിനെ ഡീംഡ് ഓണറായിട്ട് നമ്മൾ കണക്കാക്കുക? ഒരു ഇൻഡിവിജ്വല് അയാൾ എന്ത് ചെയ്തു? അയാളുടെ ഹൗസ് പ്രോപ്പർട്ടി അയാളുടെ ഭാര്യയ്ക്കോ സ്പൗസിനോ വിത്തൗട്ട് എഡ്യൂക്കേറ്റ് കൺസിഡറേഷൻ, കാശൊന്നും മേടിക്കാണ്ട് കൈമാറ്റം ചെയ്തു. അല്ലെങ്കിൽ മൈനർ ചൈൽഡ്, അതായത് ഇയാളുടെ നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടിക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കല്യാണം കഴിയാത്തൊരു മകൾക്കോ ഇയാൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തെങ്കിൽ അയാളെ നമ്മൾ ഡീംഡ് ഓണറായിട്ടാണ് കണക്കാക്കുക. നമുക്കറിയാം അയാളുടെ ഉദ്ദേശം എന്തിനാണെന്ന്, എന്തിനാ അയാൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തെന്ന്. അതുപോലെ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഹും എ പ്രോപ്പർട്ടി ഈസ് അലോട്ടഡ് ഈസ് ഡീംഡ് ഓണർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർക്ക് പ്രോപ്പർട്ടി കൊടുത്തു വിചാരിക്കും. ആ മെമ്പറിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുക?
ഡീംഡ് ഓണർ ആയിട്ടാണ് കണക്കാക്കുക. എ പേഴ്സൺ ഹു ഈസ് അലോട്ടഡ് ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് എനി ബിൽഡിംഗ് ഇൻ പാർട്ട് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് വിച്ച് ഷാൽ ബി ഡീം ടു ബി ദി ഓണർ ഓഫ് ദാറ്റ് ബിൽഡിംഗ്. എന്താണ്? എ പേഴ്സൺ ഹു ഈസ് അലോട്ടഡ് ടു റീറ്റെയിൻ പൊസഷൻ. ഒരാളെ നമ്മൾ നിയമിച്ചിരിക്കുകയാണ് എന്തിനാ വെച്ചെങ്കിൽ ആ ബിൽഡിങ് അത് പാർട്ടായിട്ട് ഒരു ഭാഗമായിട്ടിട്ടും റീറ്റെയിൻ പൊസഷൻ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തി വിചാരിക്കും ഒരു ബിൽഡിങ് കൈവശം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ നമ്മൾ ഡീംഡ് ഓണർ ആയിട്ടാണ് കണക്കാക്കുക. എ പേഴ്സൺ വിത്ത് ലീസ് റൈറ്റ്സ് ഇൻ ദി പ്രോപ്പർട്ടി ഷാൽ ബി ഡീം ടു ബി ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. പാട്ടത്തിനെടുത്ത ഭൂമിയാണ്, ഒരുപാട് വർഷത്തേക്ക് എടുത്തിട്ടുണ്ട്, അതിൽ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ട്. അങ്ങനെ ആരാണോ അത് ലീസ് റൈറ്റിന് എടുത്തേക്കുന്നത് അയാളെ നമ്മൾ അതിൻ്റെ ഡീംഡ് ഓണറായിട്ട് കണക്കാക്കും. ഇഫ് എ പേഴ്സൺ ടേക്സ് എ ലാൻഡ് ഓൺ ലീസ് ആൻഡ് കൺസ്ട്രക്ട് എ ഹൗസ് അപ്പോൺ ഹി വിൽ ബി ഡീം ടു ബി ഇറ്റ്സ് ഓണർ. ഒരാൾ ലാൻഡ് ലീസിന് എടുത്തിട്ട് അതിൽ വീട് വെച്ചു എന്നാൽ അയാൾ തന്നെയാണ് അതിൻ്റെ ഡീംഡ് ഓണർ, ആ സ്വത്തിൻ്റെ ഡീംഡ് ഓണർ അയാളായിട്ട് നമ്മൾ കണക്കാക്കുക. ഇനി സ്പെഷ്യൽ പോയിന്റ്സ് ഉണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് എബ്രോഡ്. എബ്രോഡ് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത്, വിദേശത്ത് ഒരു വീട് കെട്ടിയെന്ന് വിചാരിക്കും ഒരാൾ. അങ്ങനെയാണെങ്കിൽ ആരാ അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടത്? ടാക്സബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് റെസിഡൻറ്റ്. ഇൻഡിവിജ്വൽസിന് ഇൻകം ടാക്സിൽ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട്. അത് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. നിങ്ങളത് പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വിദേശത്ത് ഒരു വീടുണ്ടെങ്കിൽ റെസിഡൻറ്റ് എന്ന് പറയുന്ന ആളാണ് അതിന് ടാക്സ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ, പ്രോപ്പർട്ടി ഓൺഡ് ബൈ കോ ഓണേഴ്സ്. കോ ഓണേഴ്സ് പറഞ്ഞാൽ എന്താ? വേർ ദി പ്രോപ്പർട്ടി ഈസ് ഓൺഡ് ബൈ 2 or more persons jointly and their respective shares are definite. Income from such property shall be assessed separately. അതായത് പ്രോപ്പർട്ടി ഓൺ ചെയ്തേക്കുന്നത് 2 അതിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചിട്ടാണ്. അവരുടെ ഷെയർ ഡെഫിനിറ്റ് ആണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. 3:2:1 അല്ലെങ്കിൽ 3:2:2 ഒക്കെയാണ് അവരുടെ ഷെയർ എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സെപ്പറേറ്റ് ആയിട്ട് 3 ഭാഗമുള്ള ആൾക്ക് ആ ഇൻകം 10,000 കിട്ടിയാൽ അതിൻ്റെ 3/5, 2 ഭാഗമുള്ള ആൾക്ക് 2/5 കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അത് ടാക്സ് ചെയ്യുക. അടുത്ത കോമ്പോസിറ്റ് റെന്റ്. Composite. If a building is let out along with other facilities like electricity, cooler, lift, water pump, water tax for a composite rent, and if the rent of the building can be separated from rent of other facilities, then belong to building is taxed under the head income from house property. നിങ്ങൾ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിരിക്കണമെന്ന് വിചാരിക്കും. ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എന്തൊക്കെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്? ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ട്, കൂളർ, ലിഫ്റ്റ്, വാട്ടർ പമ്പ്, വാട്ടർ ടാക്സ്, കോമ്പോസിറ്റ് ഒക്കെ ഉണ്ട്. ഇനി ഈ ഫെസിലിറ്റീസിന് വേറെ റെൻറ്റും ബിൽഡിങ്ങിന് വേറെ റെൻ്റാണെന്ന് വിചാരിച്ചു വയ്ക്കും. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ബിൽഡിംഗ് കൊടുത്തേക്കുന്നത്, നിങ്ങൾ ബിൽഡിങ്ങും കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വാടകയ്ക്ക്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെൻ്റ് ഉണ്ടല്ലോ, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് മാത്രം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കാണിക്കുക. ബാക്കി ഫെസിലിറ്റീസിൻ്റെ റെൻറ്റ് അതർ സോഴ്സിലേക്കാണ് പോവുക. അതൊരിക്കലും ഹൗസ് പ്രോപ്പർട്ടി റെൻ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതാണ് ആ പോയിന്റ് പറയുന്നത്. അടുത്തത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടണ ഇൻകം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ടെന്ന്. അത് ഏതൊക്കെയാണ്? ഒന്ന്, ഫാം ഹൗസ് നിന്ന് കിട്ടുന്ന ഇൻകം. 2, ആനുവൽ വാല്യൂ ഓഫ് പാലസ് ഓഫ് എൻ എക്സ് റൂളർ. അല്ലേ, പണ്ടത്തെ പാലസ് ഒക്കെ നമുക്കറിയാം, നമ്മളൊക്കെ പോവാറൊക്കെ ഉണ്ട് പാലസ് ഒക്കെ കാണാം. അങ്ങനെ ആ പാലസിന് കിട്ടുന്ന വരുമാനം, അതിന് ആനുവൽ വാല്യൂനൊന്നും ടാക്സ് കൊടുക്കണ്ട. ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഓൺഡ് ബൈ ഒരു ലോക്കൽ അതോറിറ്റിക്ക്, പഞ്ചായത്തിനോ അങ്ങനെ എന്തെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് വിചാരിക്കൂ, അതിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഹൗസ് പ്രോപ്പർട്ടി പ്രകാരം ടാക്സ് കൊടുക്കണ്ട. സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ സ്ഥാപനങ്ങളുടെ ഒന്നും പ്രോപ്പർട്ടിക്ക് ഹൗസ് പ്രോപ്പർട്ടി പ്രകാരം ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഇൻകം ഫ്രം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിനോ പ്രൊഫഷനോ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയുടെ വരുമാനം ഒരിക്കലും ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ആയിട്ട് കാണിക്കില്ല. ദെൻ ഇൻകം ഫ്രം വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. നിങ്ങൾ താമസിക്കുന്ന വീടാ വിചാരിക്കും, അതിൻ്റെ ആനുവൽ വാല്യൂ ഇല്ല, നിങ്ങൾ അതിന് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഹെഡ് പ്രകാരം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻകം ഫ്രം ഹൗസ് മെൻറ്റ് ഫോർ സെൽഫ് റെസിഡൻസ്. നിങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീട് കെട്ടിക്കുന്നത്,
ബട്ട് കുഡ് നോട്ട് ബി ഓക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ മുഴുവനായിട്ട് നിങ്ങൾക്ക് അത് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റിയില്ല. എന്താ കാരണം? ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് സർവീസ്, നിങ്ങൾ ജോലി കാരണോ ബിസിനസ്സോ പ്രൊഫഷനോ കാരണം വേറെ സ്ഥലത്ത് നിങ്ങൾ ഈ നാട്ടിൽ ഗുരുവായൂർ ഒരു വീട് വെച്ചു, പക്ഷെ നിങ്ങളുടെ ജോലി എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്താണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല നിങ്ങളുടെ ജോലി കാരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീടിന് എന്തില്ല, നിങ്ങൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണക്കാക്കും വേണ്ട, അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കും വേണ്ട. ഇതാണ് ഈ ലെസണിലെ തിയറി പാർട്ട്. ഇനി അടുത്ത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് കടക്കുകയാണ്. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ അറിയണം. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റെൻറ്റോ ആക്ച്വൽ റെൻറ്റോ വിച്ച് എവർ ഈസ് ഹയർ. ഈ രണ്ട് തരത്തിലുള്ള റെൻ്റ് ഉണ്ട്. എക്സ്പെക്റ്റഡ് റെൻറ്റും ഉണ്ട്, ആക്ച്വൽ റെൻറ്റും ഉണ്ട്. ഈ രണ്ടിലും ഏതാണോ കൂടുതൽ അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ GAV എന്നാണ് പറയുക. ഇനി എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിക്കുക? അതിന് വീണ്ടും രണ്ട് റെൻറ്റുകൾ ആദ്യം കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ കൂടുതലെന്ന് മനസ്സിലാക്കണം. ആ റെൻറ്റിൻ്റെ പേര് മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി ഹൗസ് അല്ലെങ്കിൽ മുനിസിപ്പൽ റെൻറ്റ് എന്ന് പറയും. മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി ഹൗസ് ഓർ ഫെയർ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയ്യർ. ആ രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ കൂടുതൽ എന്നുള്ളത് എഴുതി വെക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് റെൻറ്റും ഈ തൊട്ട് മുമ്പ് കിട്ടിയിട്ടുള്ള മുനിസിപ്പൽ റെൻറ്റോ ഫെയർ റെൻറ്റോ ഏതാണ് ഹയർ ഉണ്ടല്ലോ, അത് രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള അതിൽ വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻ്റ് ആവുക. അത് ബാക്കി നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം.